എന്തുട്ടെ നിക്കണേ, അങ്ങോട്ട് പോടാ. അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? ഒരുപാട് പെണ്ണുങ്ങളും ചില ആണുങ്ങളും പറഞ്ഞേക്കുന്നു, അയ്യേ ഈ കുണ്ടി നിനക്ക് എന്ത് ഭ്രാന്താണോടി, അങ്ങനെ ഇങ്ങനെ. ആണല്ലോ. എനിക്ക് VC എടുക്കാൻ വരുന്ന ഒട്ടുമുക്കാലും ആൾക്കാര് ചന്തിയിൽ കയറ്റുന്നതിനെ പറ്റി പറയാറുണ്ട്. എന്നെ സംശയിക്കരുത്. അവർക്ക് അത് കണ്ടാല് വെള്ളം പോകുന്ന ആൾക്കാരുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കുണ്ടിയില് നല്ല ക്രേസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കിടക്ക പങ്കിടുമ്പോൾ ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ്. കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം, മനസ്സിലായ? പക്ഷെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടായിരിക്കും വന്ന് എന്നെ വിമർശിക്കുന്നത്. അതിലൊന്നും എനിക്ക് കാര്യമില്ല. സൊസൈറ്റി ഒരു മയർന്നാണ്, വെറും ഈ കുണ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ പറയും ഈ കുണ്ടിയൊന്ന് ഒന്നും അല്ല, പച്ചയ്ക്ക് പറയാലോ കൂതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. ഞാൻ ഈ പറഞ്ഞ റീല് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു. തനിക്ക് രാവിലെ ഈ നാറിയ കഥകളല്ലാതെ നല്ല വർത്താനൊന്നും പറയാനില്ലേ? ചെയ്തു നോക്ക്, എന്നല്ല അതിന്റെ സുഖം അറിയുള്ളൂ. ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ എന്നെ എത്രയും പെട്ടെന്നൊന്ന് കെട്ടിച്ചു വിടണേ, ഞാനും അനുഭവിച്ച് ചാവട്ടെ. ചില പെണ്ണുങ്ങൾ ഇതൊന്നും ആണുങ്ങൾ കൊടുക്കൂല. അയ്യോ ചന്തിന്ന് പറയല്ലേ, കുണ്ടിന്ന് പറയല്ലേ ചേട്ടാ. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. എയിനസ് എന്ന് പറയണോന്നൊക്കെ പറയുന്നവളുമാരുണ്ട്. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? അതൊക്കെ എന്നാ ആയത്? ഈ എയിനസ് ഒക്കെ ചന്തി കൂതി കുണ്ടി എന്നൊക്കെ തന്നെ പച്ച മലയാളത്തിൽ ചെയ്യുമ്പോൾ പറയുന്ന ആൾക്കാരേ ഉള്ളൂ ഈ ലോകത്തുള്ളവർ മൊത്തം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?